ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം ഫോർ എൻ സർഫസ്. ഇതിൻ്റെ ഒരു ഡെഫിനിഷനോ പ്രൂഫൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഗ്രാഫിക്കലായിട്ട് പറയാം. നമ്മൾ എസ് എസ് ടിൽറ്റ എന്ന് പറഞ്ഞാൽ 2 എൻ സർഫസ് എടുക്കാം. അതിൻ്റെ ഇടയിലൊരു സ്മൂത്ത് മാപ്പാണ് ഫൈ എന്ന് പറയുന്നത്. ഈ എസ്സിലൊരു പോയിന്റ് ഞാൻ വി എടുക്കുന്നു. എന്നിട്ട് അതിന് ഡി ഫൈ ഓഫ് പി കാണുമ്പോൾ നമുക്ക് എസ് പി എന്ന് എസ് ടിൽറ്റ ഫൈ ഓഫ് പിയിലേക്ക് കിട്ടും. അത് നോൺ സിംഗുലറാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ ഈ എസ്സിലൊരു ഓപ്പൺ സെറ്റ് വി എടുക്കുന്നു കണ്ടെയ്നിങ് പി. അതേപോലെ എസ് ടിൽറ്റയിൽ ഒരു ഓപ്പൺ സെറ്റ് എടുക്കുന്നു W കണ്ടെയ്നിങ് ഫൈ ഓഫ് പി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഫൈ റെസ്ട്രിക്റ്റഡ് വി എന്ന് പറയുമ്പോൾ ഇതിലുള്ള ടേംസ് ഫൈ റെസ്ട്രിക്റ്റഡ് വി എന്ന് പറയുന്നത് വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഡിഫ്യോമോർഫിസ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇതിൻ്റെ നമ്മൾ ഈ ടേം ഉണ്ടല്ലോ, അത് ഈ നടുവിൽ കൊടുത്തിട്ടുള്ള ഈ 2 ഗ്രാഫ്, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു U1 എന്ന് പറയുന്ന സെറ്റും U2 എന്ന് പറയുന്ന സെറ്റും എടുക്കുന്നു. എന്നിട്ട് φ1 എന്ന് പറയുന്നത് U1 എന്ന് എസ്സിലേക്കും φ2 എന്ന് പറയുന്നത് U2 എന്ന് എസ് ടിൽറ്റയിലേക്കുള്ള ഒരു 1-1 ലോക്കൽ പാരാമീറ്ററൈസേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ കാണിക്കുന്നതെന്നറിയോ? ഈ U1ൻ്റെ സബ്സെറ്റ് ഒരു V1 ഉണ്ട്. ഈ V1 എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യും? U2ൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള W1ലേക്ക് മാപ്പ് ചെയ്യുന്നു കാണിക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് കാണിക്കാൻ പറ്റും അറിയോ? ഇതിൻ്റെ ഉള്ളിൽ 2 സബ്സെറ്റ് ഉണ്ടാവും, അവർ തമ്മിൽ ഡിഫ്യോമോർഫിസ് ആണെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു മാപ്പ് കാണണം അല്ലേ? അതെങ്ങനെയാണ് കാണുക? ആദ്യം നമ്മൾ φ1 നോക്കുക. φ1 എവിടുന്ന U1 എസ്സിലേക്ക്, അതിനോട് ഫൈ കോമ്പോസിഷൻ ചെയ്യുക. φ1നോട് ഫൈ കോമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്ന U1 എസ് ടിൽറ്റയിലേക്ക്. ഇനി അതിനോട് നമുക്ക് U2ലേക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് അതിനോട് φ2 ഇൻവേഴ്സ് കോമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? U1 U2ലേക്കുള്ള ഒരു സ്മൂത്ത് മാപ്പ് കിട്ടി. ഇനി നമുക്കിവിടെ തന്നിട്ടുണ്ട് ഡി ഫൈ ഓഫ് പി എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ടേമിൻ്റെ ഡി ഫൈ ഓഫ് പി കാണാം. ഈ ടേമിൻ്റെ ഡി ഫൈ ഓഫ് പി കണ്ടാൽ എന്ത് സംഭവിക്കും? ആ ടേം ഇതിനുള്ളിലുണ്ട്. ഡി ഓഫ് ഈ ടേം ഫൈ ഇൻവേഴ്സ് ഓഫ് പി കണ്ടു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും സ്പ്ലിറ്റായിട്ട് നമ്മൾ കോമ്പോസിഷൻ കാണാം. ഇത് നോൺ സിംഗുലർ ആണ് തന്നിട്ടുണ്ടല്ലോ. ഇത് നോൺ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ U1ൻ്റെ ഉള്ളിൽ ഒരു സബ്സെറ്റ് V1 ഉണ്ടാവും. ഓക്കെ, U1ൻ്റെ ഉള്ളൊരു സബ്സെറ്റ് V1 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷനെ V1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിങ്ങനെ ആയിരുന്നു പോയില്ലേ, അപ്പോൾ V1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താവും? ഇങ്ങനെ ചെറുതായി പോകും. ഒരു W എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റിലേക്കായിരിക്കും. പിന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു മാപ്പ് ചെയ്യുക V1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതെന്ന് പറയുന്നത് V1 നിന്ന് W1 എന്ന് പറയുന്ന U2ൻ്റെ ഓപ്പൺ സെറ്റിലേക്കുള്ള ഡിഫ്യോമോർഫിസം അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞാൻ ഈ V1കളെ ഒരു ഫൈ ഓഫ് V1 എടുത്തു കഴിഞ്ഞാൽ അത് എസ്സിൻ്റെ ഒരു ഓപ്പൺ സബ്ജക്റ്റ് ആയിട്ടുള്ള വിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് എടുക്കാം. ഓക്കെ, φ1 ഓഫ് V1 V ആയിട്ടും φ2 ഓഫ് W1 W ആയിട്ടും ഞാൻ എടുക്കാം. എന്നിട്ട് ഈ 2 ഉണ്ടല്ലോ, ഈ 2 രണ്ടറ്റത്തും ഞാൻ ഇവിടെ ഒരു ഇവിടെ φ2 ഇൻവേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു φ2നോട് ഇവിടെ കോമ്പോസിഷൻ എടുക്കുക. അവിടെ φ1 അല്ലേ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു φ1 ഇൻവേഴ്സും കോമ്പോസിഷൻ എടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതെങ്ങനെ വരിക? അപ്പം φ1 ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എസ് നിന്ന് U1ലേക്ക്, പിന്നെ എങ്ങനെ വരിക? പിന്നെ ഈ ടേം എന്ന് പറയുന്നത് U1 എസ്സിലേക്ക്, എസ് നിന്ന് എസ് ടിലേക്ക്, എസ് ടിൽ നിന്ന് U2ലേക്ക്, പിന്നെ ഈ φ2 എന്ന് പറയുന്നത് U2 എസ് ടിലേക്ക്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മാപ്പ് പോകുന്നത്? ഇങ്ങനെ പോയി ഇങ്ങനെ എന്ന് വെച്ചാൽ ഇത് എസ് നിന്ന് എസ് ടിലേക്കുള്ള ഒരു മാപ്പല്ലേ. ഇതിനെ റെസ്ട്രിക്റ്റഡ് വി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് വിയിൽ നിന്ന് പോയി V1ലേക്ക് വന്ന് വീണ്ടും വിയിലേക്ക് വന്ന് പിന്നെ W വന്ന് പിന്നെ W1ലേക്ക് വന്ന് വീണ്ടും W1ലേക്ക് വരുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഡിഫ്യോമോർഫിസായി നമുക്ക് കിട്ടിയില്ലേ? ഒന്നും കൂടി പറയാം. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാപ്പ് എടുത്തത്? ആദ്യം നമ്മൾ ഈ ഉള്ളിലുള്ള മാപ്പ് ഇതെങ്ങനെയാണ് വന്നിരുന്നത്? ഈ ഉള്ളിലുള്ള മാപ്പ് എന്ന് പറയുന്നത് U1 നിന്ന് U2ലേക്ക്, നമ്മൾ അതിന് വിയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ V1 നിന്ന് W1ലേക്ക്, ഇതിൻ്റെ 2 സബ്സെറ്റ് ഓപ്പൺ സബ്സെറ്റ് ആയിട്ടുള്ള V1 നിന്ന് W1ലേക്കുള്ള ഒരു ഡിഫ്യോമോർഫിസം കിട്ടി. ഇനി ഇതിൻ്റെ ഈ അറ്റത്ത് φ2 കൊടുത്ത്, ഇതിൻ്റെ ഈ അറ്റത്ത് φ1 ഇൻവേഴ്സും കൊടുത്ത്. അപ്പോൾ എങ്ങനെ വരും? ആദ്യം V1 നിന്ന് വിയിലേക്ക്, വീണ്ടും വിയിലേക്ക്, പിന്നെ അത് ഡബ്ല്യൂയിലേക്ക്, W നിന്ന് W1ലേക്ക്, W1 നിന്ന് വീണ്ടും ഡബ്ല്യൂയിലേക്ക്. അപ്പോൾ എന്തായി? വി എന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഓൺ ടു ഡിഫ്യോമോർഫിസം നമുക്ക് കിട്ടി. അതായിരുന്നു നമുക്ക് കാണിക്കേണ്ടിയിരുന്നത്. കണ്ടോ, ഫൈ റെസ്ട്രിക്റ്റഡ് വി എന്ന് പറയുന്നത് ഒരു ഡിഫ്യോമോർഫിസ് ആണ് നമുക്ക് കാണിക്കേണ്ടത്. അതിൽ W എന്ന് പറഞ്ഞ ഓപ്പൺ സെറ്റിനെ നമ്മൾ ഇങ്ങനെയാണ് എടുത്തത്. ഇതിൻ്റെ φ1 ഓഫ് V1 ആയിട്ടും φ2 ഓഫ് W1 ആയിട്ടാണ് നമ്മൾ വിനെയും W എടുത്തിട്ടുള്ളത്.